കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വം അടിയന്തരമായി പരിഗണിക്കേണ്ട, അവർ തിരുത്തേണ്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ചാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് സി പി എം അധികാരത്തിലേക്ക് എത്തും, ഒരു 73 മുതൽ 78 സീറ്റുകൾക്ക് അല്ലെങ്കിൽ 80 സീറ്റുകൾ വരെ നേടി അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ അധികാരത്തിലേക്ക് എത്തുമ്പോഴും നമ്മൾ മനസ്സിലെത്തിയാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. 99 സീറ്റുകൾ കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് പി വി അൻവർ മാറിയതിനു ശേഷം 98 സീറ്റുകളുണ്ടായിരുന്നു. ആ 98 സീറ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കറിയാം ഒരു 25ഓളം സീറ്റുകൾ കുറയാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിന് കൊടുത്തേക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം 64-66 സീറ്റുകളിലേക്ക് എന്ത് വന്നാലും ജയിക്കുമെന്നുള്ളതാണ്. കൂടാതെ ഒരു 10-18 സീറ്റുകളിലേക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പോലും അതിലൊരു പകുതി കണക്കൂട്ടിയാൽ പോലും 9 സീറ്റുകൾ കൂടി കണക്കൂട്ടിയാലും ഏതാണ്ട് 75 സീറ്റുകളിലേക്ക് എത്തും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് എത്തും. അതിൽ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള റിസൾട്ടാണ് വരാനിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും സി പി എം വളരെ സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമത്തേത് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് സീറ്റ് കുറഞ്ഞത് എന്നുള്ളത് അവരൊന്ന് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സീറ്റ് കുറഞ്ഞത് പഠിക്കുന്നതിന് മുൻപ്, അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം, അതിന് പഠിക്കുന്നതിന് മുമ്പ് അവർ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എം തദ്ദേശ സ്വയത്തിൽ എന്തുകൊണ്ടാണ് തോറ്റത്. സാധാരണ സി പി എമ്മിൻ്റെ എല്ലാ കാലത്തും സ്ട്രോങ് ഹോൾഡായിരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ സി പി എം തോക്കാറില്ല. അതിൽ ഇത്തവണ എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ സി പി എമ്മിന് കിട്ടിയത് 29.17% വോട്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ 27.16% വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സി പി എമ്മിന് കിട്ടിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ നമ്മൾ യു ഡി എഫിൻ്റെ കണക്കുകൾ കൂടി കൃത്യമായിട്ട് എടുത്തു വെച്ചാൽ യു ഡി എഫിന് ടോട്ടൽ കിട്ടിയത് 38.81% വോട്ടുകളാണെങ്കിൽ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ 33.45% വോട്ടുകളായിരുന്നു എന്നുള്ളത് മറന്നു പോരുത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10, 12, 15, 20 ലക്ഷത്തോളം വരുന്ന വോട്ടുകളിൽ വലിയ കുറവാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി സ്വയം വിമർശനപരമായി സി പി എം പഠിക്കേണ്ടതാണ്. ഇപ്പോൾ എൻ ഡി എനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ സ്റ്റേറ്റ് വൈഡ് എടുത്തു വെച്ച് നോക്കിയാൽ 14.71%. അതുപോലെ തന്നെ മറ്റുള്ളവർ 13.03%. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരും പാർട്ടി പിന്തുണ കൊടുത്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റും എല്ലാം ആ കൂട്ടത്തിലാണ് പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വോട്ടുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5%-ഓളം വ്യത്യാസം, അല്ലെങ്കിൽ 5.4%-ഓളം വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളുടെ, അതായത് അതാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്നത്, അതിൻ്റെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ യു ഡി എഫിന് 42.01%, അവിടെ എൽ ഡി എഫിന് 38.66%. എന്ന് പറഞ്ഞാൽ ഒരു 3.5%, 3 എന്നല്ല 3.43% മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ അപ്പോൾ പോലും അവിടെ അതേഴ്സായി നിൽക്കുന്നവരുടെ നമ്പർ അവിടെ കുറവാണ്. അതേഴ്സായിട്ട് നിൽക്കുന്നത് 3.67%. അതായത് അതേഴ്സായി നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു 2-2.5% അല്ലെങ്കിൽ 2%-ലധികമോ വോട്ട് നേടാൻ കഴിഞ്ഞാൽ പോലും സി പി എമ്മിന് ജയിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം തിരിച്ചടികൾ എന്തുകൊണ്ടാണെന്നുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായി വിലയിരുത്തണം എന്നുള്ളതാണ്. അതിൽ ഞാൻ ഏറ്റവും ആദ്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തിരിച്ചടി നേരിട്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ സൂക്ഷ്മമായി അതിനെ പരിശോധിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ കോർപ്പറേഷനുകളും അതുപോലെ തന്നെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഒക്കെ തന്നെ പരിശോധിച്ച ഒരാളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ 87ഓളം വരുന്ന മുനിസിപ്പാലിറ്റികൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വലിയ തോതിലുള്ള ആൻറ്റി ഇൻകുംബൻസി ലോക്കൽ തലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളമെമ്പാടും ഒരുപോലെ ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി അലയടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ IUML കാൻഡിഡേറ്റ്സ് ചില പ്രത്യേക മേഖലകളിൽ വലിയ നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സി പി എം നേരിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിപ്പോൾ കോഴിക്കോട് നഗരസഭ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി എടുത്തു വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷൻ എണ്ണപ്പെട്ട കേരളത്തിലെ ഒരു വലിയ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ 6 ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ ഭരണം ഇപ്പോഴും സി പി എമ്മിനാണ്, LDF എന്ന് പറയുമെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എം പഠിക്കേണ്ട
തിരുത്തേണ്ടതാണ്. അവിടെ എന്തുകൊണ്ട് കുറവുണ്ടായി? അവിടെ മേയർ ആകുമെന്ന് കരുതിയിരുന്ന കാൻഡിഡേറ്റ് മുസാഫിർ അഹമ്മദ് തന്നെ അവിടെ തോറ്റു എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ മത്സരിച്ചിരുന്ന മണ്ഡലത്തിലും തോറ്റു, ആ ഡിവിഷനിലും തോറ്റു, പുതിയതായി മത്സരിച്ച ഡിവിഷനിലും തോറ്റു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ മേയറായിരുന്ന ആളുടെ ഡിവിഷനിലൊക്കെ തോറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു തോൽവി ഉണ്ടായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോക്കലായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി എല്ലാ തലത്തിലും ഇതിനെതിരെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ CPM-ന് അത്ര ഭരണമൊന്നുമില്ലാത്ത, അവർക്ക് ഭരണത്തിൽ വലിയ റോളില്ലാത്ത സ്ഥലങ്ങളിൽ വലിയ ആൻറ്റി ഇൻകുംബൻസി അവർക്ക് നേരിടേണ്ടി വന്നില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന് പാലക്കാടാണ്. പാലക്കാട് അവർക്ക് അത്ര വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പാലക്കാടിനെ സംബന്ധിച്ചോളം BJP-ക്കാണ് തിരിച്ചടിയേറ്റത്. കാരണം BJP-യുടെ വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ സിറ്റുവേഷൻ. കാരണം BJP-യാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്നറിയാം. അതേസമയം പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് ഇപ്പോൾ തന്നെ ഭരണം നഷ്ടപ്പെടുകയും അവിടെ CPM അധികാരത്തിലേറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്തരത്തിലുള്ള ഒരു ലോക്കൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എറണാകുളം ജില്ല എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, എറണാകുളം ജില്ലയിൽ സാധാരണ അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചത് CPM-ഉം LDF ഒക്കെ തന്നെയാണ്. പക്ഷേ ആ CPM-ഉം LDF ഒക്കെ ഭരിച്ചെങ്കിൽ പോലും ഈ എറണാകുളത്ത് ഉണ്ടായിട്ടുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തവും അതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചയോളം കൊച്ചി നഗരം നിന്ന് ഈ പുക ശ്വസിക്കേണ്ടി വന്നതുമൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അനിൽകുമാറൊക്കെ ഭരിച്ചിട്ട് പോലും ആ ഭരണത്തെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാക്കാൻ ഈ കേരള കോർപ്പറേഷനിൽ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ മറ്റൊരു കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം. അവിടെ ഏറ്റവും വലിയ വിരുദ്ധ വികാരമുണ്ടായിട്ടുള്ളത് ആര്യ രാജേന്ദ്രനെതിരായിട്ടാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയർ ഇരിക്കുകയും ആ ഭരണം തന്നെ ആകെ കുളമാവുകയും വലിയ അഴിമതിയാണ് നടന്നതെന്നുള്ള പ്രചാരണം കിട്ടുകയും, കൂടാതെ ഇവരുടെ ധിക്കാരവും ധാർഷ്ട്യവും ബസ് തടഞ്ഞു നിർത്തി പറയുന്ന പോലെ യദു എന്ന് പറയുന്ന പയ്യനോട് ചൂടാവുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അതെല്ലാം തന്നെ വലിയ തോതിലുള്ള വിരുദ്ധ വികാരമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഈ 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും ഒക്കെ തന്നെ നമ്മൾ വിശദമായി വളരെ മൈക്രോ ലെവലിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായിരുന്നില്ല. പകരം യഥാർത്ഥത്തിൽ ചില കമ്മ്യൂണിറ്റി വൈസുള്ള പോളറൈസേഷൻ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒരു കാരണമാണ്. അത് ഒഴിച്ചു വെച്ചാൽ ലോക്കലായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസികൾ കൂടി വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിന് വലിയ രീതിയിൽ അനലൈസ് ചെയ്യാനോ കാണാനോ ഒന്നും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി ഏറ്റവും ഇത് ഭരണത്തിലിരിക്കുന്നവരെക്കുറിച്ച് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നത്, അത് പാർട്ടിയുടെ നേതാക്കന്മാർക്കും എതിരെ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏരിയ തലം അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കുറച്ചുകൂടി ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളായി മാറുകയും അപ്രോച്ചബിൾ അല്ലാത്ത ആളുകളായി മാറുകയും കുറച്ചുകൂടി ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്ന ആളുകളായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫീൽ ജനങ്ങൾക്കെല്ലാം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ലോക്കൽ ആയിട്ടുള്ള തിരിച്ചടികൾ ഈ ആൻറ്റി ഇൻകുംബൻസികളൊക്കെ തന്നെ വർക്ക് ചെയ്യുകയും അത് ഗവൺമെൻറ്റിനെതിരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. മാധ്യമങ്ങളൊക്കെ കൂടി അങ്ങനെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. ആ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് മനഃപൂർവ്വമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് അങ്ങനെ ബിൽഡ് ചെയ്താൽ മാത്രമേ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് കണ്ടത്. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ വേറെ പോകണ്ട. നിങ്ങൾക്ക് വേണ്ടി തന്നെ സർവേ നടത്തിയിട്ടുള്ള സുനിൽ കനകോല് തന്നെ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് അന്ന് തന്നെ കൊടുത്തിരുന്നു. ഈ കാര്യം, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തിരിച്ചടി എന്ന് പറയുന്നത് അതൊരു കാരണവശാലും ഈ പറയുന്ന ലോക്കൽ ആൻറ്റി ഇൻകുംബൻസി കൊണ്ടാണ്, അല്ലാതെ ഒരു കാരണവശാലും ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമല്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ പലവട്ടം ഇത് പറഞ്ഞിരുന്നു. ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായി ചില സ്ഥലങ്ങളിലെങ്കിലും ഞാൻ റിസർച്ച് ചെയ്ത ഒരാളാണ്, അതുപോലെ സർവേ നടത്തിയ ഒരാളാണ്. അന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം ലോക്കലായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസിയാണ്. നിങ്ങൾ ഈ 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും എടുത്തു വെച്ചാൽ അവിടെ ആരാണോ ഭരിച്ചുകൊണ്ടിരുന്നത് അവർക്കെതിരായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വർഗീസ്, അദ്ദേഹം CPM-ൻ്റെയും LDF-ൻ്റെയും CPI-യുടെയൊക്കെ പിന്തുണയോടുകൂടി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം പോലും ഈ LDF-നെതിരെ നിലപാടെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ മടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിധി ഉണ്ടായത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അത് ഷോർട്ട് ടൈമിലേക്ക് CPM-ന് തിരുത്താൻ കഴിയുന്നൊരു കാര്യമല്ല.
അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നതിൽ സംഘപരിവാർ ശക്തികൾക്ക് വലിയ പ്രാമുഖ്യം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെ ചെറുക്കുന്നതിൽ, ലോങ് ടേമിലേക്ക് ചെറുക്കുന്നതിൽ CPM പരാജയപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ പൂക്കാസയും പുരോഗമന കലാസാഹിത്യ സംഘവും ഒക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ശക്തമായ രീതിയിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, യൂട്യൂബുകളിലൂടെയൊക്കെ തന്നെ, സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് ഒരു വെറുപ്പ് പടർത്തുകയും ഒരു അപരമത വിദ്വേഷം പരത്തുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇതിനെല്ലാം ഉപരിയായി ഭക്തിയുടെയും ഒരു ഹിന്ദുത്വ എലമെൻറ്റുകളുടെയും ഒക്കെ ഒരു പ്രകടനാത്മകത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ചില യൂട്യൂബ് ചാനലുകളും വീഡിയോകളും ഒക്കെ എടുത്തു നോക്കിയാൽ അവർ ഭയങ്കര ഭക്തി നിർഭരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിനെ കാണുന്നു, അതവരുടെ ജീവിത അഭിലാഷമാണെന്ന് പറയുന്നു. വലിയ ഒരു പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് അവർ ആഗ്രഹിക്കുന്നു. ഭക്തി നിർഭരമായിട്ടുള്ള റീലുകൾക്കൊക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്നു. നമുക്കറിയാം ഭജൻസൊക്കെ തന്നെ ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള നമ്മളൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന നന്ദഗോവിന്ദം ഭജൻസൊക്കെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ രംഗത്തേക്ക് വരുന്നു. അതിനോടുള്ള ആഭിമുഖ്യം ജനത്തിന് വളരെയധികം കൂടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തരത്തിലുള്ള വിമർശനം പോലും ഒരു മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ നടത്തിയാൽ പോലും വലിയ പ്രശ്നമായി തീരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നിർമാല്യം പോലൊരു സിനിമ എടുക്കാൻ കഴിയാത്ത കാലത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം ഇപ്പോൾ NM ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായി തീരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ഒരു പരിസരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ BJP വിജയിച്ചു, സംഘപരിവാർ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടക്കുകയോ ആ അജണ്ടകൾക്ക് പുറകെ പോവുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് CPM-ഉം LDF-ഉം അതുപോലെ കോൺഗ്രസും പോലെയുള്ള കക്ഷികളെത്തിയിരുന്നു. ആ കക്ഷികളെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കുന്നത് വലിയ പ്രശ്നമാകുന്നത്, ശബരിമലയുടെ വികസനം നമുക്ക് വലിയ പ്രശ്നമാകുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല നമുക്ക് വലിയ പ്രശ്നമാകുന്നത്. ഒരു ചീഫ് എഡിറ്റർ, ഒരു മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ നിന്ന് പൊങ്കാല ഇടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത്, അത് ലൈവായി സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു യുക്തിവാദത്തിൻ്റെയും അല്ലെങ്കിൽ കുറച്ചുകൂടി പറയുന്ന പോലെ ഒരു എന്താ പറയുക, നമ്മളൊരു രണ്ട് മതങ്ങൾക്കിടയിലുള്ള ആളുകൾ തമ്മിലുള്ള മിശ്രവിവാഹങ്ങളെയും ഒക്കെ പരിപോഷിപ്പിച്ചിരുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം മാറിക്കൊണ്ട് ചാനലുകളിൽ TV-കളിലൂടെയൊക്കെ തന്നെ നിങ്ങളൊരു നല്ല ഈഴവ കുടുംബമാണെങ്കിൽ ഈഴവ മാട്രിമോണിയും നായർ മാട്രിമോണിയും ക്രിസ്ത്യൻ മാട്രിമോണിയും അതിൽ തന്നെ പറഞ്ഞ RC മാട്രിമോണിയും ഒക്കെ വളരെ അഭിമാനത്തോടു കൂടി ആളുകൾ പറയുന്ന ലെവലുകളിലേക്ക് ആളുകളുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുകയും സമാധി 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഒരാൾ സമാധിയായത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും അതിനൊപ്പം നിൽക്കാൻ ആളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പതുക്കെ നാഷണൽ ലെവലിൽ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രബുദ്ധർ എന്ന് തോന്നുന്ന കേരളത്തിലേക്ക് കൂടി അടിച്ചിറങ്ങിയിരിക്കുന്നു. ആ അടിച്ചിറങ്ങിയ കേരളത്തിലേക്ക് അതിനെ ചെറുക്കാൻ വേണ്ടി CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് അല്ലെങ്കിലും ചെയ്യാറില്ല. CPM-ഓ അല്ലെങ്കിൽ LDF ഒക്കെയാണ് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി. പക്ഷേ അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. പകരം ആ നിലവിലുള്ള സാഹചര്യങ്ങളെ താൽക്കാലികമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും CPM ഇപ്പോൾ ഈ 75 സീറ്റുകളുമൊക്കെ ആയിട്ട് അധികാരത്തിലേക്ക് വരാൻ പോവുക. പക്ഷേ ഭയക്കേണ്ട ഒരു കാര്യം, നാളെ കോൺഗ്രസ് ഇല്ലാതാവുകയും കോൺഗ്രസിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും നാളെ BJP-യും സംഘപരിവാറുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കോൺഗ്രസിന് നഷ്ടം സംഭവിക്കുന്നത് CPM-ന് നേട്ടമുണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ കൂടി കുറേ പിടിപ്പുകേടുകൾ കൊണ്ടാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ അമ്പേ പാളിയിരുന്നു. അതുപോലെ തന്നെ വയനാട് ഫണ്ടുമായിട്ടുള്ള കേസുകൾ കിട്ടിയിട്ടുള്ളത് വീണ്ടും ഈ പറയുന്ന പോലെ അജണ്ട നിശ്ചയിക്കുന്നതിൽ CPM-ന് വലിയ പ്രാമുഖ്യം നൽകി. ഇടയ്ക്കൊന്ന് കൈവിട്ടു പോയതായിരുന്നു. കാരണം BJP-യുമായിട്ടുള്ള ഡീലും SDP-യുമായിട്ടുള്ള ഡീലും ഒക്കെ പറഞ്ഞുകൊണ്ട് CPM-ഉം LDF-ഉം ഒക്കെ പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം. ഇതിലെനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, CPM മാത്രമാണ് ഇപ്പോഴും ഇതിനെ പ്രതിരോധിക്കാനൊക്കെ മുൻകൈ എടുത്തിറങ്ങുന്നത്. പിണറായി വിജയൻ മാത്രമാണ്. അതേസമയം CPI പോലെയുള്ള മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ അവർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ടും അവർ അലസരായി എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ 5 കൊല്ലം കൊണ്ട് തിരുത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും 5 കൊല്ലം കഴിഞ്ഞുള്ളൊരു തെരഞ്ഞെടുപ്പ് പോലും വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, തദ്ദേശ സ്വയംഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് 98 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്തു നിന്നും ഞങ്ങൾ 75കളിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനവും അതിനനുസരിച്ചുള്ള പ്രൊപ്പഗാൻഡയും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളും
അനിവാര്യമാണ് എന്നുള്ളത് മറക്കരുത്. സാറ്റലൈറ്റ് ചാനലുകളേക്കാൾ ആളുകളെ ഇന്ന് സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളതും മറന്നു പോകരുത്. അവിടെ BJPക്കും സംഘപരിവാറിനും വലിയ പ്രാമുഖ്യമുണ്ട് എന്നുള്ളതും CPM മറന്നു പോകരുത്. അത്തരത്തിലുള്ള ഐക്കണുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിലും അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും മറന്നു പോകരുത്.